Next one is an important theorem, fundamental theorem of linear maps. Suppose V is finite dimensional and T element of L of VW, then range T is finite dimensional and dimension of V equal to dimension of null T plus dimension of range T. ഇപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലീനിയർ മാപ്സ് എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വി എന്നുള്ളൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ടി ഫ്രം വി ടു ഡബ്ല്യു എന്നുള്ള ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് ടി എന്ന് പറയുന്നതും ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് വി വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നൾ ടി പ്ലസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി. ഓക്കെ, അപ്പോൾ വി ഫൈനൈറ്റ് ഡയമെൻഷനിൽ ആണെന്നും ടി എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ രണ്ട് കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണം. റേഞ്ച് ടി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്. അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നൾ ടി പ്ലസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി. രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ വി ആർ കൺസിഡറിങ് u1 u2 etc. um be a basis for null t. നൾ ടിയുടെ ഒരു ബേസിസ് ആയിട്ട് u1 u2 എക്സെട്ര യുഎമ്മിനെ കൺസിഡർ ചെയ്യണം. സോ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഇൻ ദി ബേസിസ് അല്ലേ. സോ ഡയമെൻഷൻ ഓഫ് നൾ ടി എന്ന് പറയുന്നത് എന്ത് വരും, എം എന്ന് വരും. നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഇൻ ദി ബേസിസ് u1 u2 എക്സെട്ര യുഎമ്മിനെയാണ് നമ്മൾ നൾ ടിയുടെ ഒരു ബേസിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ബേസിസിൽ എത്ര വെക്റ്റേഴ്സ് ഉണ്ട്, എം വെക്റ്റേഴ്സ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഡയമെൻഷൻ ഓഫ് നൾ ടി ഈസ് ഈക്വൽ ടു എം. ഇനി ഈ നൾ ടിയിലെ വെക്റ്റേഴ്സ് എവിടുത്തെ വെക്റ്റേഴ്സാ, വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ വെക്റ്റേഴ്സ് അല്ലേ. സോ ദി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് u1 u2 എക്സെട്ര um ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എ ബേസിസ് ഓഫ് വി. നമ്മളൊരു പ്രപ്പോസിഷൻ പഠിച്ചിട്ടുണ്ട്. എവരി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എ ബേസിസ് ഓഫ് ദി വെക്റ്റർ സ്പേസ്. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ആ വെക്റ്റർ സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ u1 u2 എക്സെട്ര um എന്ന് പറയുന്നത് നൾ ടിയുടെ ബേസിസ് ആണ്. അറ്റ് ദി സെയിം ടൈം ദീസ് എം വെക്റ്റേഴ്സ് ആർ എലമെൻറ്റ് ഓഫ് ദി വെക്റ്റർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വി. സോ വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ്. ഈ ബേസിസ് എന്ന് പറയുമ്പോൾ അതെന്തായി, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സുമാണ്, സ്പാനും ചെയ്യുന്നുണ്ട്. ഈ വെക്റ്റേഴ്സ് ബേസിസ് വെക്റ്റർ സ്പേസിനെ സ്പാനും ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ബേസിസ് എന്ന് പറയുന്നത്. സോ u1 u2 എക്സെട്ര um എന്ന് പറയുന്നത് സ്പാനിങ് സെറ്റും ആണ്, അത് അറ്റ് ദി സെയിം ടൈം ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്. സോ u1 u2 എക്സെട്ര um എന്ന് പറയുന്ന ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് മീൻസ് കുറച്ച് വെക്റ്റേഴ്സിനെയും കൂടി ആഡ് ചെയ്തിട്ട് അത് വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിട്ട് മാറ്റാൻ പറ്റും. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് n വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യണം. സേ v1 v2 എക്സെട്ര vn എന്നുള്ള n വെക്റ്റേഴ്സ് ഈ m വെക്റ്റേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ വിയുടെ ഒരു ബേസിസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലെറ്റ് u1 u2 എക്സെട്ര um v1 v2 എക്സെട്ര vn ബി ദി ബേസിസ് ഓഫ് ദി വെക്റ്റർ സ്പേസ് വി. അപ്പോൾ മൊത്തം എത്ര വെക്റ്റേഴ്സ് ഉണ്ട്, ഈ ബേസിസ് വെക്റ്റേഴ്സ് ഇപ്പോൾ ഇത് ബേസിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തൊരു എം ഓൾറെഡി ഉണ്ടായിരുന്നു, n വെക്റ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. സോ മൊത്തത്തിൽ ഈ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ബേസിസിൽ m പ്ലസ് n വെക്റ്റേഴ്സ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഡയമെൻഷൻ ഓഫ് വി വിൽ ബി ഈക്വൽ ടു m പ്ലസ് n. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, നൾ ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m ആണെന്ന് കിട്ടി. ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് m പ്ലസ് n ആണെന്ന് കിട്ടി. അപ്പോൾ ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യാനായിട്ട് ഡയമെൻഷൻ വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നൾ ടി പ്ലസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി എന്ന് കാണിക്കുക. ഇനി നമുക്ക് എന്ത് മാത്രം കാണിച്ചാൽ മതി, ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി ഈക്വൽ ടു n എന്ന് കാണിക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് m പ്ലസ് n ഈക്വൽ ടു m പ്ലസ് n. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് എന്ത് മാത്രമാണ്, ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി എന്ന് പറയുന്നത് n ആണെന്നും കാണിക്കുക, റേഞ്ച് ടി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനിലാണെന്നും കാണിക്കുക. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. So now to complete the proof we need only to show that the range T is finite dimensional and the dimension of range T equal to n. So we will do this by proving that Tv1, Tv2 etc. Tvn is a basis of the range T. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റേഞ്ച് ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n ആണെന്ന് കാണിക്കണം, വിച്ച് മീൻസ് റേഞ്ച് ടിയുടെ ബേസിസിൽ n വെക്റ്റേഴ്സ് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആ n വെക്റ്റേഴ്സ് ആയിട്ട് നമ്മൾ Tv1, Tv2 എക്സെട്ര Tvn എന്നുള്ള വെക്റ്റേഴ്സിന് ചൂസ് ചെയ്യുക. അങ്ങനെയുള്ള n വെക്റ്റേഴ്സിന് ചൂസ് ചെയ്തു. ഈ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് റേഞ്ച് ടിയുടെ ബേസിസ് ആയിട്ടാണ്
ബേസിസ് ആണെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അത് ബേസിസ് ആണെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്തായി? ഫൈനൈറ്റുമായി. അറ്റ് ദി സെയിം ടൈം ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്നുമായി. ഓക്കെ. ദെൻ ഇവിടെ ടി വി വൺ എന്ന് എടുക്കാൻ കാരണം റേഞ്ച് ടിയിലെ വെക്ടേഴ്സിൻ്റെ ഫോമാറ്റ് എന്താ? ടി വി എന്നുള്ള ഒരു ഫോമാറ്റിലല്ലേ നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് ഇതിന് ടി വി വൺ ടി വി ടു എന്ന് എടുത്തത്. ഇൻസ്റ്റെഡ് ഓഫ് സം യു വൺ യു ടു അങ്ങനെയൊന്നും എടുക്കാതിരുന്നത്. അതുകൊണ്ടാണ് റേഞ്ച് ടിയിലെ എലമെൻസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതായതുകൊണ്ടാണ് ടി വി വൺ ടി വി ടു എക്സെട്ര ടി വി എൻ എന്ന് എടുത്തത്. ഓക്കെ. അപ്പോൾ ഇനി ബേസിസ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കാണിക്കുക. അതുപോലെ തന്നെ അത് ആ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നതെന്നും കാണിക്കുക. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അത് ബേസിസ് ആയിട്ട് മാറുക. സോ ആർബിട്രറിലി ഐ ആം ചൂസിങ് എ വൺ വെക്ടർ ഫ്രം ദി വെക്ടർ സ്പേസ് വി ആസ് വി എന്നുള്ളൊരു വെക്ടറിനെ വെക്ടർ സ്പേസ് വിയിൽ നിന്ന് ചൂസ് ചെയ്തു. Since u1 u2 extra um v1 v2 extra vn spans we can write v equal to a1 u1 plus etc bn vn. ഇനി സ്പാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ഒരു ഇപ്പോൾ സം വെക്ടേഴ്സ് യു വൺ യു ടു എക്സ്ട്രാ യു എം അതുപോലെ തന്നെ വി വൺ വി ടു എക്സ്ട്രാ വി എൻ എന്നുള്ള വെക്ടേഴ്സ് വെക്ടർ സ്പേസ് വിനെ സ്പാൻ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത് യു വൺ യു ടു എക്സ്ട്രാ യു എൻ എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ദി വെക്ടർ സ്പേസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ബേസിസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ്. അറ്റ് ദി സെയിം ടൈം അത് ആ വെക്ടേഴ്സ് ആ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യണം. സ്പാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെക്ടർ സ്പേസിൽ നിന്ന് നമ്മൾ ആർബിട്രറി ഏതൊരു വെക്ടർ വി എന്നുള്ളൊരു വെക്ടർ എടുത്താലും അതിനെ ഈ എം പ്ലസ് എൻ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ വെക്ടേഴ്സിനും വിയിലായിട്ടുള്ള എല്ലാ വെക്ടേഴ്സിനെയും ഈ എം പ്ലസ് എൻ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുമ്പോഴാണ് നമ്മൾ അതിനെ സ്പാൻ ചെയ്തു, ആ വെക്ടേഴ്സ് എം പ്ലസ് എൻ വെക്ടേഴ്സ് ആ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്തു എന്ന് പറയുന്നത്. സോ ഈ യു വൺ യു ടു എക്സ്ട്രാ യു എം വി വൺ വി ടു എക്സ്ട്രാ വി എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ദി വെക്ടർ സ്പേസ് വി ആണെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഈ എം പ്ലസ് എൻ വെക്ടേഴ്സ് എന്തായാലും ഈ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. സ്പാനിങ് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണല്ലോ അത് ബേസിസ് ആവുന്നത്. സോ നമ്മൾ ആർബിട്രറി ആയിട്ട് ഈ വിയിൽ നിന്ന് ഒരു വെക്ടറിനെ നമ്മളിപ്പോൾ ഇവിടെ വി എന്നുള്ളൊരു വെക്ടർ ചൂസ് ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് യൂസിങ് ദി സ്പാനിങ് കണ്ടീഷൻ വി ക്യാൻ ബി നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത ആ വി എന്നുള്ള വെക്ടറിനെ ഈ എം പ്ലസ് എൻ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോഴാണല്ലോ അത് സ്പാൻ ചെയ്തു എന്ന് പറയുന്നത്. ആർബിട്രറി ആയിട്ട് ആ വെക്ടർ സ്പേസിൽ നിന്ന് ഏതൊരു വെക്ടർ എടുത്താലും അതിന് ആ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ സാധിക്കുമ്പോഴാണ് ആ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ആ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്തു എന്ന് പറയുന്നത്. So we can say that v equal to a1 u1 plus a2 u2 plus etc b1 v1 plus etc bn vn എന്ന് പറയാൻ പറ്റും. ഇവിടെ a's b's എല്ലാം സ്കേലാർസ് ആണ്. we are choosing from the field f. Now we are applying t on both side. രണ്ട് സൈഡിലും അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി വി ഈക്വൽ ടു ടി ഓഫ് എ വൺ യു വൺ പ്ലസ് എ എം യു എം ബി വൺ വി വൺ പ്ലസ് എക്സെട്ര ബി എൻ വി എൻ. ഇനി ടി ലീനിയർ ആയതുകൊണ്ട് അത് അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹോമോജനിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ബ്രാക്കറ്റുകളെല്ലാം ഓപ്പൺ ചെയ്യാം. അതായത് ഓരോന്നിനും ടി അപ്ലൈ ചെയ്തിട്ട് ഈ കോൺസ്റ്റൻറ്റിനെ ഔട്ട് സൈഡ് എടുക്കാം. ടി ഓഫ് എ വൺ യു വൺ പ്ലസ് ടി ഓഫ് എ ടു യു ടു പ്ലസ് എങ്ങനെ എഴുതാം? അഡിറ്റിവിറ്റി കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഹോമോജിനിറ്റി കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്കെയിലാസിന് പുറത്തോട്ടെടുക്കാം. ഞാനത് ഒരൊറ്റ സ്റ്റെപ്പായിട്ട് എഴുതിയെന്നുള്ളൂ. ടി ലീനിയർ ആയതുകൊണ്ട് അങ്ങനെ എഴുതി. ഇനി ഇവിടെ ഇപ്പോൾ ടി യു വൺ അതുപോലെ തന്നെ ടി യു ടു എക്സെട്ര ടി യു എം എന്നുള്ള വെക്ടേഴ്സ് വന്നിട്ടുണ്ട്. ആ വെക്ടേഴ്സ് എന്ന് പറയുന്നത് എവിടുത്തെ വെക്ടേഴ്സാണ്? നൾ ടിയിലെ വെക്ടേഴ്സ് അല്ലേ? കാരണം നമ്മൾ യു വൺ യു ടു എക്സെട്ര യു എം എന്ന് പറയുന്നത് നൾ ടിയിലെ വെക്ടേഴ്സ് ആയിട്ടാണ്, നൾ ടിയുടെ ഒരു ബേസിസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നൾ ടിയിൽ വരുന്ന എലമെൻസിൻ്റെ ഇമേജ് എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? അതാണല്ലോ നൾ ടി നൾ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ടി ഓഫ് യു വൺ ഈക്വൽ ടു 0 ആയിരിക്കും, ടി ഓഫ് യു എം ഈക്വൽ ടു 0 ആയിരിക്കും. സിൻസ് യു വൺ യു ടു എക്സെട്ര യു എം ആദി വെക്ടേഴ്സ് ഇൻ ദി നൾ ടി, നമ്മളതിനെ ബേസിസ് വെക്ടേഴ്സ് ആയിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. സോ വി ഗെറ്റ് ടി യു വൺ ടി യു ടു എക്സെട്ര ടി യു എം ഈക്വൽ ടു 0. അപ്പോൾ എന്താ ഈ 3m ടേംസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോൾ നമുക്ക് ബാക്കി ഇത്രയും വെക്ടേഴ്സ് ഈ n വെക്ടേഴ്സ് മാത്രമാണ് റിമൈൻ ചെയ്യുന്നത്. ദസ് വി ഗെറ്റ് ടി വി ഈക്വൽ ടു ബി വൺ ടി വി വൺ പ്ലസ് എക്സെട്ര ബി എൻ ടി വി എൻ എന്ന് കിട്ടി. അതായത് നമ്മളിപ്പോൾ ആർബിട്രറി ആയിട്ട് ഒരു വെക്ടർ ചൂസ് ചെയ്തപ്പോൾ അതിന് നമുക്ക് ടി വി വൺ എക്സെട്ര ടി വി എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ ടി വി എന്നുള്ളത്, ഇപ്പോൾ വിയുടെ ഇമേജ് ആണല്ലോ ടി വി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടി വി എന്നുള്ള വെക്ടറിനെ ഈ ടി വി വൺ എക്സെട്ര ടി വി എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റി. വിച്ച് മീൻസ് ദാറ്റ് ദീസ് വെക്ടേഴ്സ് ടി വി വൺ എക്സെട്ര ടി വി എൻ സ്പാൻസ് ദി റേഞ്ച് ടി. ഓക്കെ. ആ റേഞ്ച് ടി എന്നുള്ള വെക്ടർ സ്പേസിന് അത്
സ്പാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആ റേഞ്ച് ടിയിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു വെക്റ്റർ വിയിൽ നിന്ന് ഒരു വെക്റ്റർ ചൂസ് ചെയ്തു. അപ്പോൾ ടി വി എന്നുള്ള വെക്റ്റർ എവിടുത്തെ എലമെൻ്റ് ആണ്? റേഞ്ച് ടിയിലെ എലമെൻ്റ് ആണ്. ആ റേഞ്ച് ടിയിലെ ഈ വെക്റ്ററിനെ നമുക്ക് ടി വി വൺ എക്സെട്ര ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത്. ടി വി ഈക്വൽ ടു ബി വൺ ടി വൺ പ്ലസ് എക്സെട്ര ബി എൻ ടി വി എൻ. സോ വി ക്യാൻ സേ ദാറ്റ് ഈ വെക്റ്റേഴ്സ് ടി വി വൺ എക്സെട്ര ടി വി എൻ എന്നുള്ള വെക്റ്റേഴ്സ് ആ വെക്റ്റർ സ്പേസിന് റേഞ്ച് ടീനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പാൻ ചെയ്യുന്നുണ്ട്. സോ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് so that tv1 tv2 etc tvn spans the range t. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര വെക്റ്റേഴ്സ് ഉണ്ട്? n വെക്റ്റേഴ്സ് ആണുള്ളത്. സോ വി ക്യാൻ സേ ദാറ്റ് റേഞ്ച് ടി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷൻ. റേഞ്ച് ടി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഡയമെൻഷനിലാണെന്ന് കിട്ടി. അതുപോലെ തന്നെ ടി വി വൺ എക്സെട്ര ടി വി എൻ എന്നുള്ള വെക്റ്റേഴ്സ് ആ റേഞ്ച് ടീനെ സ്പാൻ ചെയ്യണമെന്ന് കിട്ടി. ഇനി ഇത് ഈ വെക്റ്റേഴ്സ് ബേസിസ് ആണെന്ന് കാണിക്കാൻ ഇനി എന്ത് കണ്ടീഷനോട് പ്രൂവ് ചെയ്താൽ മതി? ഈ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നോ കൂടി കാണിച്ചാൽ മതി. So now to show that tv1 etc tvn is linearly independent, suppose their linear combination equal to 0. Linear combination equal to 0 such that scalars equal to 0 എന്നാണ് നമ്മൾ linearly independentന്റെ condition കാണിക്കേണ്ടത്. So cv1 tv1 plus c2 tv2 plus etc cn tvn equal to 0 for the scalar c1 c2 etc cn are taking from the field f. So ലീനിയർ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെയല്ലേ നമ്മൾ റിവേഴ്സ് ആയിട്ട് എഴുതണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ തിരിച്ചു എഴുതിക്കൂടെ? ടി ഓഫ് സി വി വൺ എക്സെട്ര സി എൻ വി എൻ ഈക്വൽ ടു 0. ടി ലീനിയർ ആയതുകൊണ്ട് ഹോമോജിനിറ്റി അഡിറ്റിവിറ്റി കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ടി ഓഫ് സം വെക്റ്റർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ആ വെക്റ്റർ 0 ഇമേജ് വരുന്ന ആ വെക്റ്റർ എവിടുത്തെ എലമെൻ്റ് ആവും? നൾ ടിയിലെ എലമെൻ്റ് ആവും. ഓക്കെ, ബൈ ദി ഡെഫിനിഷൻ ഓഫ് നൾ ടി. And we know that u1 u2 etc um spans the nullity. u2 etc എന്ന് പറയുന്നത് നൾട്ടിയുടെ ബേസിസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ സോ ആ വെക്റ്റേഴ്സ് നൾട്ടിയിലെ എല്ലാ വെക്റ്റേഴ്സിനെയും സ്പാനിങ് കൂടി ചെയ്യുന്നുണ്ട്. സ്പാനിങ്ങും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നൾട്ടിയിലെ ഒരു വെക്റ്റർ ആയിട്ടാണ് c1 v1 പ്ലസ് എക്സെട്ര cn vnനെ എടുത്തേക്കുന്നത്. സോ ആ നൾട്ടിയിലെ ഏതൊരു വെക്റ്റർ എടുത്താലും അതിനെ ഈ u1 u2 എക്സെട്ര umൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ ഈ വെക്റ്റേഴ്സിനെ സ്പാനിങ് വെക്റ്റേഴ്സ് ആണ് ഫോർ ദി വെക്റ്റർ സ്പേസ് ഫോർ നൾട്ടി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്പാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെക്റ്റർ സ്പേസിലെ ഏതൊരു വെക്റ്റർ എടുത്താലും അതിനെ ആ സ്പാൻ ചെയ്യുന്ന വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റണം. അപ്പോൾ u1 u2 എക്സെട്ര un സ്പാൻ ചെയ്യണതുകൊണ്ട് നമുക്ക് ഈ വെക്റ്ററിനെ c1 u1 പ്ലസ് എക്സെട്ര cn vnനെ ഈ വെക്റ്റേഴ്സിൻ്റെ ഈ m വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സം ഡി വെക്റ്റേഴ്സ് കുറച്ച് m വെക്റ്റേഴ്സിനെ ഫീൽഡിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് ആ വെക്റ്റർ ഈക്വൽ ടു അതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ ഇക്വേറ്റ് ചെയ്തു. ഇനി ഇതിനെ എല്ലാത്തിനെയും കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്ത് കഴിയുമ്പോൾ നോക്കിക്കേ, v1 v2 എക്സെട്ര vn u1 u2 എക്സെട്ര umൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്നല്ലേ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. v1 v2 എക്സെട്ര vn എന്നുള്ള വെക്റ്റേഴ്സ് അതുപോലെ തന്നെ u1 u2 എക്സെട്ര un എന്നുള്ള വെക്റ്റേഴ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0. ഈ മൈനസ് d1നെ കൺസിഡർ ചെയ്യേണ്ട വേണമെങ്കിൽ നമുക്ക് അതിനെ വേറൊരു സ്കെയിലർ ആണല്ലോ. അപ്പോൾ വേണം നമുക്ക് സം t1 t2 എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഡസ് നോട്ട് മാറ്റർ. സോ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഈ വെക്റ്റേഴ്സ് എന്ത് വെക്റ്റേഴ്സാണെന്ന് നോക്കിയേ. u1 u2 എക്സെട്ര um v1 v2 എക്സെട്ര vn എന്ന് പറയുന്നത് എന്ത് വെക്റ്റേഴ്സാണ്? ബേസിസ് വെക്റ്റേഴ്സ് ഫോർ ദി വെക്റ്റർ സ്പേസ് വി ആയിട്ടല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ബേസിസ് വെക്റ്റേഴ്സ് ആകുമ്പോൾ അതെന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താ? ആ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ഓൾ ദി സ്കെയിലേഴ്സ് വിൽ ബി ഈക്വൽ ടു 0. സോ യൂസിങ് ദാറ്റ് കണ്ടീഷൻ വി ക്യാൻ സേ ദാറ്റ് ഓൾ ദി c1 c2 എക്സെട്ര cn ആൻഡ് d1 d2 എക്സെട്ര dm വിൽ ബി ഈക്വൽ ടു 0 സിൻസ് ദീസ് വെക്റ്റേഴ്സ് u1 u2 എക്സെട്ര um ആൻഡ് v1 v2 എക്സെട്ര vn ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഫോർ ദി വെക്റ്റർ സ്പേസ് v. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? c1 v2 എക്സ് നമുക്ക് ഈ d1ൻ്റെ കാര്യമൊന്നും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? tv1 tv2 എക്സെട്ര tvn എന്നുള്ള ഈ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് c1 c2 എക്സെട്ര cn ഈക്വൽ ടു 0 എന്ന് മാത്രം കാണിച്ചാൽ മതി. പക്ഷേ നമുക്ക് ഈ കണ്ടീഷനിൽ നമുക്കിപ്പോൾ ഓൾറെഡി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. c1 c2 എക്സെട്ര cn ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് tv1 എക്സെട്ര tvn ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണെന്നും കിട്ടി, സ്പാൻ ചെയ്യണമെന്നും കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് tv1 എക്സെട്ര tvn ഈസ് എ basis for range t.
സോ ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി എന്നുള്ളത് എന്തോരും നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ ദി ബേസിസ്, സോ ഇറ്റ് ഈസ് n. സോ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് m പ്ലസ് n ആണ് നമ്മൾ ഓൾറെഡി എടുത്തു. ഡയമെൻഷൻ ഓഫ് നൾ ടി എന്ന് പറയുന്നത് m ആണെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി എന്ന് പറയുന്നത് n കിട്ടി. സോ വി ക്യാൻ സേ ദ ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു m പ്ലസ് n വിൽ ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നൾ ടി പ്ലസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി. ഹെൻസ് ദി കണ്ടീഷൻ പ്രൂവ്ഡ്. Next one is also a simple proposition. Suppose V and W are finite dimensional vector spaces such that dimension of V is greater than dimension of W, then no linear map from V to W is injective. നമ്മൾ രണ്ട് വെക്റ്റർ സ്പേസുകൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ ആയിട്ടുള്ള രണ്ട് വെക്റ്റർ സ്പേസുകൾ കൺസിഡർ ചെയ്യുകയാണ്, വി എന്നും ഡബ്ല്യു എന്നും. അതിൻ്റെ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. ഇപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് ഡബ്ല്യുവിൻ്റെ ഡയമെൻഷനേക്കാൾ വലുതാണ്. അതാണ് ഡയമെൻഷൻ ഓഫ് വി ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടി ഫ്രം വി ടു ഡബ്ല്യു എന്നുള്ള ഒരു ലീനിയർ മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നോട്ട് ആൻ ഇൻജെക്റ്റീവ് മാപ്പ്. അത് ഇൻജെക്റ്റീവ് ആയിരിക്കില്ല. ദാറ്റ് ഈസ് ദർ ഈസ് നോ ലീനിയർ മാപ്പ് ടി ഫ്രം വി ടു ഡബ്ല്യു ഈസ് ഇൻജെക്റ്റീവ്. അപ്പോൾ ടി ഫ്രം വി ടു ഡബ്ല്യുവിലോട്ട് നമ്മളൊരു മാപ്പ് ഡിഫൈൻ ചെയ്താൽ അത് ഇൻജെക്റ്റീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവില്ല. അതായത് ടി യു ഈക്വൽ ടു ടി വി എന്ന് ഇക്വേറ്റ് ചെയ്താൽ വിൽ ബി നോട്ട് ഈക്വൽ ടു യു ഈക്വൽ ടു, ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈസ് ദാറ്റ് യു ഈക്വൽ ടു വി. ഓക്കെ, നമുക്ക് ഇൻജെക്റ്റീവ് അല്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലീനിയർ മാപ്പ് കൺസിഡർ ചെയ്യുകയാണ്. വി ടു ഡബ്ല്യുവിലുള്ളൊരു ലീനിയർ മാപ്പിനെ ടി എന്ന് കൺസിഡർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലീനിയർ മാപ്പ് യൂസ് ചെയ്ത് നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് നൾ ടി പ്ലസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി. അതിൽ നിന്ന് ഡയമെൻഷൻ ഓഫ് നൾ ടിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, ഇതിന് ലെഫ്റ്റ് സൈഡിലോട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി മൈനസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി എന്ന് കിട്ടും. ഇനി നമ്മൾ റേഞ്ചിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റേഞ്ച് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് ദി W. ഓക്കെ, സോ ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആയിരിക്കില്ല. സബ്സെറ്റ് ആകുമ്പോൾ ഒന്നെങ്കിൽ അതിനോട് ഇക്വലൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. സോ ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മളൊരു നെഗറ്റീവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെഗറ്റീവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റിക്ക് ചേഞ്ച് വരും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടുത്തെ എന്തായി മാറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. അപ്പോൾ മൈനസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. അപ്പോൾ നമ്മൾ ഈ മൈനസ് ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടീനെ നമ്മൾ മൈനസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഈക്വൽ ടു കണ്ടീഷൻ എന്തായി മാറും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഡയമെൻഷൻ ഓഫ് വി, ഡയമെൻഷൻ ഓഫ് നൾ ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി മൈനസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. ഇനി നമ്മുടെ കയ്യിൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് ഡയമെൻഷൻ ഓഫ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു. അതിൻ്റെ മീനിങ് എന്താ, ഡയമെൻഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് വി മൈനസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊടുത്താൽ പോരെ. സോ ഈ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എന്തായിട്ട് മാറ്റാം, ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അതായത് ഡയമെൻഷൻ ഓഫ് നൾ ടി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് മീനിങ് എന്താ, ആ നൾ ടിയുടെ ബേസിസിൽ 0 അല്ലാത്ത കുറേ വെക്റ്റേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഡയമെൻഷൻ ഓഫ് നൾ ടി ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടാതിരുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ദ നൾ ടി കണ്ടെയ്ൻസ് വെക്റ്റേഴ്സ് അതർ ദാൻ 0. ദാറ്റ് ഈസ് നൾ ടി ഈസ് നോട്ട് ഈക്വൽ ടു സെറ്റ് 0. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊരു പ്രിപ്പോസിഷൻ ആയിരുന്നു. ലെറ്റ് ടി എലമെൻറ്റ് ഓഫ് വി ഡബ്ല്യു എൽ ഓഫ് വി ഡബ്ല്യു ദെൻ ടി ഈസ് ഇൻജെക്റ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ഈസ് ഈക്വൽ ടു സെറ്റ് 0. ടി എന്ന് പറയുന്ന ഒരു ലീനിയർ മാപ്പ് എടുത്തു, അത് ഇൻജെക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ നൾ ടി എന്ന് പറയുന്നത് സെറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടി നൾ ടി എന്ന് പറയുന്നത് സെറ്റ് 0 അല്ല എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ടി ഈസ് നോട്ട് ഇൻജെക്റ്റീവ്. ദാറ്റ് ഈസ് ദർ ഈസ് നോ ലീനിയർ മാപ്പ് can be defined from V to W which is injective. ഇൻജെക്റ്റീവ് ആയിട്ടുള്ള ലീനിയർ മാപ്പ് V to W ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം എന്താ, ഡയമെൻഷൻ ഓഫ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ആയതുകൊണ്ടാണ് സാറ്റിസ്ഫൈ ചെയ്യാതെ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലീനിയർ മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് മീനിങ്.